ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും എം ഫേവർ ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് 3D മെൻസുറേഷൻ. 3 ഡയമെൻഷൻ മെൻസുറേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, എന്താണ് 3D മെൻസുറേഷൻ? അല്ലെ, ത്രിമാന തലത്തിലുള്ള രൂപങ്ങളുടെയൊക്കെ അളവുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അല്ലെ, എല്ലാ എക്സാമിനും തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് എല്ലാ എക്സാമിനും തന്നെ കാണാറുള്ള ഒരു ഏരിയ ആണ് 3D മെൻസുറേഷൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ആൻസർ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് 3D മെൻസുറേഷൻ. ഓക്കെ, അപ്പൊ ഈ ത്രിമാന തലത്തിലുള്ള ഒരുപാട് രൂപങ്ങളുണ്ട്. അവയെക്കുറിച്ചുള്ള കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഇത്തരം രൂപങ്ങളൊക്കെ പരിചയപ്പെട്ടുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ 3D മെൻസുറേഷൻ, 3 ഡയമെൻഷൻ അല്ലെ. എന്താണ് 3 ഡയമെൻഷൻ? 3 ഡയമെൻഷനിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്ന രൂപങ്ങളെയാണ് നമ്മൾ 3D ഷേപ്പുകൾ അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഇവിടെ ഒരു വൈ ആക്സിസ് ഉണ്ട്, കൂടാതെ ഒരു സെഡ് ആക്സിസും കൂടിയുണ്ട്. എക്സ്, വൈ, സെഡ് അല്ലെ. ഇങ്ങനെ ഈ പിന്നെ എന്താണ് ആക്സിസിലും കൂടി നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് വരയ്ക്കാൻ സാധിക്കുന്ന ത്രിമാന രൂപങ്ങൾ അല്ലെ, അതായത് 3 ഡയമെൻഷൻ വരുന്ന രൂപങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ അല്ലെ. സ്ഫിയർ അല്ലെ, എന്തൊക്കെയാണ് അങ്ങനത്തെ രൂപങ്ങൾ? സ്ഫിയർ ഉണ്ട്, പിന്നെ സിലിണ്ടർ ഉണ്ട്, കോൺ ഉണ്ട് അല്ലെ. അങ്ങനെ പല വിധത്തിലുള്ള രൂപങ്ങളുണ്ട്. ക്യൂബ് ഉണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ത്രിമാന രൂപങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പിന്നെ ഡയമെൻഷനിൽ കൂടി നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്ന രൂപങ്ങളെ കുറിച്ച്, അവയുടെ അളവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിക്കുന്നത്. ഓക്കെ ആണോ? റെഡിയാണോ? ഓക്കെ, വ്യക്തമാണല്ലോ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഏതൊക്കെയാണ് അത്തരത്തിലുള്ള രൂപങ്ങൾ? സ്ഫിയർ ഉണ്ട്, സ്ഫിയർ അല്ലെ, ഗോളം എന്ന് നമ്മൾ പറയും. സ്ഫിയർ ഉണ്ട്. പിന്നെയോ ക്യൂബ് ഉണ്ട്, ക്യൂബ് അല്ലെ, ക്യൂബ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? കോൺ ഉണ്ട് അല്ലെ. സ്തൂപിക എന്നൊക്കെ മലയാളത്തിൽ പറയും അല്ലെ, വൃത്ത സ്തൂപിക എന്നൊക്കെ പറയുന്നില്ലേ. ഓക്കെ, അങ്ങനത്തെ സ്തൂപികകൾ ഉണ്ട്. പിന്നെയോ പിരമിഡ് ഉണ്ട്, പിരമിഡ്. ഓക്കെ, പിന്നെ എന്താണ്? സിലിണ്ടർ ഉണ്ട്, സിലിണ്ടർ. പിന്നെയോ ഹെമിസ്ഫിയർ ഉണ്ട്, അല്ലെ, ഹെമിസ്ഫിയർ ഉണ്ട്. ഓക്കെ, പിന്നെയോ ട്രപ്പീസ് അല്ലെ. ഈ ഒരു പിന്നെ കോണിനെ മുറിച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫ്രസ്റ്റം എന്ന് പറഞ്ഞ രൂപം നിങ്ങൾക്ക് കിട്ടും, ഫ്രസ്റ്റം കിട്ടും. ഓക്കെ, അങ്ങനെ പല വിധത്തിലുള്ള ത്രിമാന രൂപങ്ങളുണ്ട്. അവയെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ ചില പ്രത്യേക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. മറ്റൊരു ക്ലാസ്സിൽ ബാക്കിയുള്ള രൂപങ്ങളും അവയോടനുബന്ധിച്ച് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ ബേസിക് ആയിട്ടുള്ള ചില രൂപങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, വ്യക്തമാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ രൂപം നിങ്ങൾ നോക്കി, എന്താണ്? ക്യൂബ് അല്ലെ. ക്യൂബ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ക്യൂബ് കണ്ടിട്ടില്ലേ? നമ്മൾ ഈ സ്നേക്ക് ലാഡറും പിന്നെ എന്താണ് ലൂഡോയൊക്കെ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ക്യൂബ് അല്ലെ. എത്ര വശങ്ങളുണ്ട്? 6 വശങ്ങളുണ്ട് അല്ലെ. 6 വശങ്ങളല്ല, 6 ഫേസ് ഉണ്ട്, 6 മുഖങ്ങളുണ്ട് അല്ലെ. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഈ പിന്നെ ക്യൂബ് ഇടുമ്പം അല്ലെ 6 വരെ ആയിരിക്കും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഓരോ മുഖത്തിലും ഓരോ നമ്പർ എഴുതി വെച്ചില്ലേ, 1, 2, 3, 4 അങ്ങനെ 6 വരെ നമ്പർ എഴുതിയിട്ടാണ് നമ്മൾ ക്യൂബ് ഇടുന്നത് അല്ലെ. സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോഴും ലുഡോ കളിക്കുമ്പോഴൊക്കെ എങ്ങനെയാണ്? 6 വരെയുള്ള നമ്പറാണ് നമ്മൾ ക്യൂബിൽ ഇടുന്നത്. അതായത് ഒരു ക്യൂബിന് 6 മുഖങ്ങളുണ്ട്, 6 ഫേസസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണുന്നില്ല, ഇവിടെ ഒരു മുഖമുണ്ട്, ഇവിടെയുണ്ട് 2, 3 അല്ലെ. അതുപോലെ തന്നെ 3 ഓപ്പോസിറ്റും കാണാം അല്ലെ. നിങ്ങൾ നോക്കി, ഇവിടെയുണ്ട് 1, 2, 3 അല്ലെ. അങ്ങനെ മൊത്തത്തിൽ 6 മുഖങ്ങളാണ് ഒരു ക്യൂബിനുള്ളത്. ടോട്ടൽ ഫേസ് എത്രയാണ്? ഫേസസ് എത്രയുണ്ട്? 6 എണ്ണമുണ്ട് അല്ലെ. 6 ഫേസ് ഉണ്ട്. ഓക്കെ, പിന്നെയോ ഒരു ക്യൂബിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയേ, ഈ ഓരോ എഡ്ജും, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട് അല്ലെ, ഇതൊരു എഡ്ജ് ഉണ്ട്, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട് അല്ലെ. ഇങ്ങനെ ഓരോ എഡ്ജും എത്രയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ലെങ്ത് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എ ആണെങ്കിൽ എ സെന്റിമീറ്റർ ഓർ എ മീറ്റർ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എ ആണ് അതിന്റെ യൂണിറ്റ് എങ്കിൽ, യൂണിറ്റ് അല്ല അതിന്റെ ഒരു നീളമെങ്കിൽ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെയും എ ആയിരിക്കും, ഇവിടെയും എ ആയിരിക്കും, ഇവിടെയും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും. അങ്ങനെ എല്ലാ എഡ്ജസും എത്രയായിരിക്കും? എ ആയിരിക്കും. എ സെന്റിമീറ്റർ അല്ലെങ്കിൽ എ മീറ്റർ അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു തുല്യ നീളത്തിലായിരിക്കും ഓരോ എഡ്ജസും ഉണ്ടാവുക.
അങ്ങനെയുള്ള ഒരു രൂപം, 6 മുഖങ്ങളുള്ള ഒരു രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂബ് എന്ന് വിളിക്കുന്നത്. ക്യൂബ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? എളുപ്പമുള്ള കാര്യമാണല്ലോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ. ഇനി ഇതിന്റെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ത്രിമാന രൂപങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ പിന്നെ കണ്ടുപിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അളവാണ് എന്ത്? വോളിയം എന്ന് പറയുന്നത്. വോളിയം അല്ലെ? ഇപ്പൊ നമ്മൾ 2 ഡയമെൻഷണൽ ദ്വിമാന രൂപങ്ങളാണെങ്കിൽ, ഉദാഹരണത്തിന് റെക്റ്റാങ്കിൾ അല്ലെ, അല്ലെങ്കിൽ പിന്നെ സ്ക്വയർ അല്ലെ, പിന്നെയോ സർക്കിള്, പിന്നെയോ ട്രയാങ്കിൾ, ഇവയിലൊന്നും നമ്മൾ വോളിയം കണ്ടുപിടിക്കുന്നില്ല അല്ലെ. എന്താണ് വോളിയം? അവിടേക്ക് നമ്മൾ ഏരിയ ആണ് കണ്ടുപിടിച്ചത്. അതിൽ എത്രമാത്രം എന്താണ് നമുക്ക് ഇപ്പൊ ഒരു പെയിന്റ് അടിക്കുകയാണെങ്കിൽ അതിന്റെ ഏരിയ എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ 2 ഡയമെൻഷണൽ പിന്നെ രൂപങ്ങളിൽ കണ്ടിട്ടുള്ളത് അല്ലെ. എന്നാൽ 3 ഡയമെൻഷണൽ രൂപങ്ങളിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? അവിടെ വോളിയം എന്ന് പറയുന്ന ഒരു അളവിനാണ് പ്രാധാന്യം. എന്താണ് വോളിയം? ഇതൊരു 3 ഡയമെൻഷൻ ആണ് അല്ലെ. എന്താണ്? ഈ 3 ഡയമെൻഷനിലും കൂടി നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കുന്ന രൂപമാണ്. അതിൽ എത്രമാത്രം കൊള്ളുന്നു, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എത്രമാത്രം കൊള്ളും, ഇനി കുറച്ച് എന്തെങ്കിലും ഇട്ട് വെക്കുകയാണെങ്കിൽ അല്ലെ, കുറച്ച് ഗ്രെയിൻസ് ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ എത്രമാത്രം കൊള്ളും, അങ്ങനെ അവയെ എന്താണ് നമുക്ക് അങ്ങനെ എന്താണ് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും അല്ലെ. എന്തൊരു മെറ്റീരിയൽ ആണെങ്കിൽ കൂടിയും അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. അതിന്റെ വോളിയം അല്ലെ, ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അളവ്, അതാണ് നമ്മൾ ഇവിടെ വോളിയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ഈ ക്യൂബിന്റെ വോളിയം കണ്ടെത്തുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എ ക്യൂബ് ആണ്. ഓക്കെ, എ എന്താണ്? ഒരു എഡ്ജിന്റെ ലെങ്ത് ആണ്. മനസ്സിലായല്ലോ? എഡ്ജിന്റെ ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എ ക്യൂബ് ആണ്. എങ്ങനെയാണ് ഈ എ ക്യൂബ് കിട്ടുന്നത്? അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ വെറുതെ പഠിച്ചു വെച്ചാൽ പോരല്ലോ, അത് എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കത് എന്താണ് ഓർത്തിരിക്കാൻ സാധിക്കും അല്ലെ. നിങ്ങൾ നോക്കിയേ, ഇതൊരു ക്യൂബാണ് അല്ലെ. അതായത് ഇതിന്റെ ബേസിൽ അല്ലെ, ഇവിടെ ബേസിൽ കാണുന്നില്ലേ, ഇത്രയും ഉള്ളതിന്റെ ഏരിയ വോളിയം അല്ല, ഏരിയ എത്രയാണ്? എ സ്ക്വയർ ആണ് അല്ലെ. ഇവിടെ എ ആണ്, ഇവിടെയും എ ആണ്. ഇതൊരു എന്താണ്? സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? എ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും അല്ലെ. എ സ്ക്വയർ ഇങ്ങനെ ഈ ഒരു എ ഹൈറ്റിൽ അല്ലെ, ഈ ഒരു ഹൈറ്റ് എത്രയാണ് വരുന്നത്? ഇതെത്രയാണ്? എ ആണ് അല്ലെ. ഇതെത്രയാണ്? എ ആണ് വരുന്നത്. അങ്ങനെ എ ഹൈറ്റിൽ ഒരു ഏരിയ വരികയാണെങ്കിൽ, എ ഹൈറ്റിൽ വരികയാണെങ്കിൽ എത്ര വരും? എ സ്ക്വയർ ഇൻറ്റു എ എന്ന് വരും. അതാണ് എ ക്യൂബ്. അതാണ് ഇതിന്റെ മുഴുവൻ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതെന്താണ്? ഒരു ക്യൂബാണ് അല്ലെ. ആ രൂപം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എല്ലാ എഡ്ജും എ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, താഴത്തെ ഒരു ഏരിയ എത്രയാണ്? എ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എ വരുന്ന ഹൈറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയുണ്ട്? എ സ്ക്വയർ ഇൻറ്റു എ, അതായത് എ ക്യൂബ്. മനസ്സിലായല്ലോ? അങ്ങനെ വേണം നമ്മൾ ഇതിന്റെ വോളിയം എ ക്യൂബ് ആണെന്ന് ഓർത്ത് വെക്കാൻ. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എ ക്യൂബ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ സാധിക്കും. എന്നാൽ ഇത് ഇങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ എ സ്ക്വയർ ഇൻറ്റു എ എന്ന രീതിയിലാണ് ഇത് എ ക്യൂബ് എന്ന് വന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ പഠിക്കുന്ന എല്ലാ രൂപങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് എക്സാമിന് നമുക്ക് പിന്നെ എന്താണ് ഇക്വേഷൻ ചെറിയ കൺഫ്യൂഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതിൽ നമ്മളൊരു ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു പിന്നെ കോർണറിലേക്ക് നമ്മൾ ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ, ആ ഡയഗണൽ എന്ന് പറയുന്നത് A√3 ആയിരിക്കും. ഓക്കെ, ഡയഗണൽ എത്രയാണ്? A√3 ആയിരിക്കും. ഡയഗണൽ എത്രയാണ്? A√3 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, പിന്നെയോ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, എന്താണ് സർഫസ് ഏരിയ? പ്രതല വിസ്തീർണം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. എന്താണ് പ്രതല വിസ്തീർണം? ഇതെന്താ നോക്കിയേ, ഈ ഒരു ക്യൂബിന്റെ പുറം ഭാഗത്ത് നമുക്ക് എല്ലാ മുഖങ്ങളും കൂടിയിട്ട് നമുക്ക് അതിന്റെ ഏരിയ കൂട്ടുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അതാണ് അതിന്റെ സർഫസ് ഏരിയ. ഇതിന്റെ പുറമേയുള്ള സർഫസിന്റെ ആകെ ഏരിയ ആണ് എന്ത്? സർഫസ് ഏരിയ എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട് അല്ലെ. 6 ഫേസ് ഉണ്ട്. ഓരോ ഫേസും എത്രയാണ്? എ സ്ക്വയർ വീതമാണ് അല്ലെ. സോറി, എ സ്ക്വയർ വീതമാണ്. എ സ്ക്വയർ ആണ് അല്ലെ. ഇവിടെ എത്രയാണ്? എ സ്ക്വയർ ആണ്. ഇവിടെ എത്രയാണ്? എ സ്ക്വയർ ആണ്. അങ്ങനെ 6 ഫേസിലും എത്രയാണ്? എ സ്ക്വയർ ആണ്. അതായത് 6 എ സ്ക്വയർ ആണ് ഇതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അല്ലെ. 6 എ സ്ക്വയർ ആണ് ഇതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? 6 എ സ്ക്വയർ ആണ് ഇതിന്റെ സർഫസ് ഏരിയ. ഓക്കെ, അപ്പൊ നമ്മൾ ക്യൂബുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ നോക്കി. എന്തൊക്കെയാണ്? വോളിയം പഠിച്ചു, എ ക്യൂബ് ആണ്. ഓക്കെ, ഡയഗണൽ പഠിച്ചു, A√3 ആണ്. സർഫസ് ഏരിയയോ 6 എ സ്ക്വയർ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയ അടുത്ത ഒരു രൂപത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നോക്കി, എന്താണ് അടുത്ത രൂപം? എന്താണ്? സ്ഫിയർ ആണ് അല്ലെ. ഗോളം അല്ലെ. മലയാളത്തിൽ നമ്മൾ ഗോളം എന്നൊക്കെ പറയും. ഗോളം എന്ന് പറയും. ഓക്കെ അല്ലേ?
ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, എന്താണ് ഗോളം? ദാ നിങ്ങൾ ഈ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്ന സംഗതിയാണെന്ത്? ഗോളം. നമ്മുടെ ഒരു പന്തൊക്കെ പോലെ ഉണ്ടാവും അല്ലെ? എന്താ അതാണ് ഗോളം എന്ന് പറയുന്നത്. ഓക്കെ, ഗോളം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, എന്താണ്? ഇതൊരു 3 ഡയമെൻഷണൽ രൂപമാണ് അല്ലെ? ഒരു വൃത്തവുമായിട്ടൊരു ബന്ധമുണ്ട്. എന്നാൽ അതിന്റെ ഒരു 3 ഡയമെൻഷണൽ രൂപത്തിലേക്ക് നമ്മൾ അതിനെ കാണുകയാണെങ്കിൽ അത് അങ്ങനെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഒരു സ്ഫിയർ എന്ന് പറയുന്നത്, ഒരു ഗോളം എന്ന് പറയുന്നത് നമുക്ക് ഒരു വൃത്തവുമായിട്ട് ചില ബന്ധങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഗോളത്തിന്റെ കൃത്യം നടുവിലൂടെ നമ്മളിങ്ങനെ എന്താണ് ചെത്തിയെടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിന്റെ സെന്റർ ദാ ഇവിടെ വരുമല്ലോ. ഓക്കെ, ഈ സെന്ററിൽ കിട്ടുമല്ലോ, സെന്റർ കിട്ടുമല്ലോ. ഓക്കെ, അതിന്റെ ഒരു ആ ഒരു സെന്ററിൽ നിന്ന് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒരു ലെങ്ത് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ലെങ്ത്, അതാണ് ഇതിന്റെ റേഡിയസ്, ആരം എന്ന് പറയുന്നത്. റേഡിയസ് എത്രയാണ്? 6. ഇവിടെ 6 കണ്ടില്ലേ? ഇതിന്റെ സെന്ററിൽ നിന്ന് ഈ ഒരു ഇതിന്റെ പുറം ഭാഗത്തെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒരു ലെങ്ത് എടുക്കുകയാണെങ്കിൽ അതാണ് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസ് എന്ന് പറയുന്നത് അല്ലെ? പിന്നെ എന്താ നമ്മൾ നോക്കേണ്ടത്? ഇവിടെ എന്താണ്? നമ്മൾ 3 ഡയമെൻഷനിൽ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അളവ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ വോളിയമാണ് അല്ലെ? വോളിയമാണ്, വ്യാപ്തം എന്നാണ് മലയാളത്തിൽ പറയുക. ഓക്കെ, വ്യാപ്തമാണ് ഇവിടെ നോക്കേണ്ടത്. എന്താണ് ഇതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ? വോളിയം കാണുന്നത് എങ്ങനെയാണ്? ഇത്രയേ ഉള്ളൂ, 4/3 πr ക്യൂബ്. 4/3 πr ക്യൂബ്. എന്താണ് 6 ഇതിന്റെ റേഡിയസ് ആണ്. ഓക്കെ, 6 ഇതിന്റെ റേഡിയസ് ആണ്. പൈ എന്താണ്? പൈ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട് അല്ലെ? 22/7 എന്ന് നമുക്ക് നമ്മുടെ കാൽക്കുലേഷന് വേണ്ടി എടുക്കാം. ഓക്കെ, 22/7 എന്നാണ് നമ്മൾ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന വാല്യൂ. 22/7 ഈക്വൽ ടു എത്രയാണ്? പൈ ആണ്. 4/3 πr ക്യൂബ് ആണ് ഇതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. 4/3 πr ക്യൂബ്. ഓക്കെ, പിന്നെയോ ഇതിന്റെ സർഫസ് ഏരിയ നമ്മൾ കാണണം അല്ലെ? സർഫസ് ഏരിയ, ഇതിന്റെ പുറം ഭാഗത്തെ സർഫസ് ഏരിയ. എന്താണ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ? 4πr സ്ക്വയർ. 4πr സ്ക്വയർ. ഓക്കെ, 4πr സ്ക്വയർ ആണ് ഇതിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? 4πr സ്ക്വയർ ആണ് ഇതിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ വോളിയം എന്താണെന്ന് പഠിച്ചു അല്ലെ? സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. ഇത് രണ്ടെണ്ണം കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഈ 2 ഇക്വേഷൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, വ്യക്തമാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഇക്വേഷൻ, അടുത്തൊരു രൂപം നോക്കി, എന്താണ്? കോൺ അല്ലെ? കോൺ നിങ്ങൾ കാണുന്നില്ലേ? സ്തൂപിക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ? വൃത്തസ്തൂപികയാണ് നിങ്ങൾ കാണുന്നത്. എന്താണ്? കോൺ. ഓക്കെ, എന്താണ്? നമ്മുടെ ഒരു തൊപ്പിയൊക്കെ പോലെ ഉണ്ടാവും അല്ലെ? തൊപ്പിയൊക്കെ പോലെ ഉണ്ടാവും. ഇതിന്റെ എന്താണ്? അടിഭാഗം അല്ലെ? ഈ ഒരു ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ബേസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു വൃത്തമായിരിക്കും. ബേസ് എന്താണ്? വൃത്തമായിരിക്കും. ആ വൃത്തത്തിനൊരു സെന്റർ ഉണ്ടാവും അല്ലെ? ആ വൃത്തത്തിന്, ഈ അടിയിൽ കാണുന്ന വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് ആ ഒരു വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നതാണ് അതിന്റെ റേഡിയസ് ആയിട്ട് വരുന്നത് അല്ലെ? താഴെ കാണുന്ന ആ ഒരു പാദഭാഗത്ത് കാണുന്ന, ബേസിൽ കാണുന്ന വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എടുക്കുന്ന ലെങ്ത് ആണത്രേ അതിന്റെ റേഡിയസ്, ആരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഈ ഒരു വൃത്തത്തിൽ നിന്നും അല്ലെ, ഈ സർക്കിളിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ കൂർത്ത് വരുന്നുണ്ട് അല്ലെ? എന്താ? ഒരു സ്തൂപിക അല്ലെ? സ്തൂപികയായിട്ട് മുകളിൽ ഒരു പോയിന്റിൽ പോയിട്ട് അല്ലെ, ഒരു എഡ്ജിൽ പോയിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു എഡ്ജിലേക്ക് ഇതിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു എന്താണ്? ലെങ്തിനെ നമ്മൾ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയും. ഓക്കെ, ഹൈറ്റ് എന്ന് പറയും. പിന്നെ നിങ്ങൾ ഇവിടെ സൈഡിൽ കാണുന്നില്ലേ ഒരു വശം പോലെ കാണുന്നില്ലേ? ഓക്കെ, ഈ ഒരു ലെങ്ത്തിന് നമ്മൾ ഇതിന്റെ ലാറ്ററൽ സൈഡ് അല്ലെ? ലാറ്ററൽ സൈഡ് എന്ന് പറയും. ഓക്കെ, കിട്ടിയല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഇതിന്റെ ഈ താഴെ കാണുന്ന, ബേസിൽ കാണുന്ന ഈ ഒരു വൃത്തത്തിന്റെ ഇതിന്റെ സെന്ററിൽ നിന്നും ഈ വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ കാണുന്ന ദൂരമാണത്രേ അതിന്റെ റേഡിയസ്, ആരം എന്ന് പറയുന്നത്. ആ ഒരു സെന്ററിൽ നിന്ന് ഇതിന്റെ ഈ മുകളിൽ കാണുന്ന സ്തൂപികയുടെ അഗ്രഭാഗത്തേക്ക് നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു ഹൈറ്റ് അല്ലെ? ആ കാണുന്ന ഒരു ഹൈറ്റിനെയാണ് നമ്മൾ ഹൈറ്റ്, ഉന്നതി അല്ലെങ്കിൽ ഉയരം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു സൈഡ് കാണുന്നുണ്ട് അല്ലെ? അതാണ് ഇതിന്റെ ലാറ്ററൽ സൈഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ? എളുപ്പമാണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി എന്താണ്? 3 ഡയമെൻഷണൽ രൂപങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വോളിയം കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. വോളിയം അല്ലെ? എന്താണ്? ഇത്രയേ ഉള്ളൂ, 1/3 π
ആർ സ്ക്വയർ എച്ച് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. എന്താണ് ആർ? ആർ എന്താണ്? റേഡിയസ് ആണ്. എച്ച് എന്താണ്? എച്ച് ഇതിന്റെ ഹൈറ്റ് ആണ്. എച്ച് ഇതിന്റെ ഹൈറ്റ് ആണ്. പൈ ആർ സ്ക്വയർ എച്ച് ആണ് ഇതിന്റെ എന്ത്? ഈ ഒരു 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് ഇതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതാണ് ഇതിന്റെ സർഫസ് ഏരിയ. ഓക്കെ, സർഫസ് ഏരിയ കാണേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ ഒരു എന്താണ് ലാറ്ററൽ സൈഡ് വരുന്നത്, അതായത് ഇങ്ങനെ നേരെ വെക്കുകയാണെങ്കിൽ, തൊപ്പി പോലെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ഒരു എന്താണ് എയറിൽ നിൽക്കുന്ന ആ ഒരു ഭാഗമില്ലേ, എയറിൽ നിൽക്കുന്ന ഭാഗം, ആ ഒരു തൊപ്പിയുടെ ഭാഗം പോലെയുള്ള ആ ഒരു ഭാഗത്തിന്റെ ആ ഒരു സർഫസ് ഏരിയ നമ്മൾ ലാറ്ററൽ സർഫസ് ഏരിയ, അതായത് ഇത്രയും ഭാഗം, ഈ താഴത്തെ ഈ ഒരു സർക്കിൾ പെടുന്നില്ല, ബാക്കിയുള്ള മുഴുവൻ ഭാഗത്തെയും നമ്മൾ ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നു. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നു. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് പൈ ആർ എൽ. എന്താണ് എൽ? ഈ ഒരു ലെങ്ത് അല്ലെ, ഈ ഒരു ലാറ്ററൽ സൈഡിന്റെ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. ആ ഒരു പൈ ആർ എൽ ആണ് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ലാറ്ററൽ സർഫസ് ഏരിയ പൈ ആർ എൽ ആണ്. ഓക്കെ, മനസ്സിലായോ? എളുപ്പമല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഇനി ടോട്ടൽ സർഫസ് ഏരിയ ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞതെങ്കിലോ, ടോട്ടൽ സർഫസ് ഏരിയ എന്തും വരുമ്പോ എന്തും കൂടി വരും? ഈ താഴത്തെ സർക്കിളിന്റെ ആ ഒരു ഏരിയ കൂടി വരും. താഴത്തെ സർക്കിളിന്റെ ആ ഒരു ഏരിയ കൂടി വരും. അതായത് പൈ ആർ എൽ പ്ലസ് പിന്നെയോ ആ ഒരു പൈ ആർ സ്ക്വയറും കൂടി വരും. ഓക്കെ, പൈ ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാലോ. പൈ ആർ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ എന്നെടുത്ത് എഴുതാം അല്ലെ. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ എന്ന് പറയുന്നത് എന്താണ്? പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ ആണ്. മനസ്സിലായല്ലോ? പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ ആണ് കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ, സിലിണ്ടർ അല്ലെ. സിലിണ്ടർ വളരെ പരിചിതമായിട്ടുള്ള രൂപമാണ് അല്ലെ, സിലിണ്ടർ. ഓക്കെ, എന്താണ്? ഒരു വൃത്തമുണ്ട്, ഒരു പ്രത്യേക ഹൈറ്റ് വരെ അതിന്റെ ഇങ്ങനെ പോവുകയാണ് അല്ലെ, അതാണ് ഇതിന്റെ സിലിണ്ടറിന്റെ രൂപം. നിങ്ങളുടെ ചിത്രത്തിൽ കാണുന്നില്ലേ, താഴെ ഒരു വൃത്തമുണ്ട്, അതേ സൈസിൽ തന്നെയുള്ള ഒരു വൃത്തം മുകളിലുമുണ്ട്. ഓക്കെ, അതേ സൈസ് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി വേറെ സൈസിലേക്കാണ് വൃത്തം പോകുന്നത്, വേറെ രൂപമായി പോകും, ഫ്രസ്റ്റമായി പോകും. ഓക്കെ, എന്താണ്? സിലിണ്ടർ എന്ന് പറഞ്ഞാൽ താഴെയും മുകളിലും ഒരേ വലിപ്പമുള്ള സർക്കിൾസ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എന്താണ്? ഇവിടെ എടുക്കുന്ന റേഡിയസ് എത്രയാണോ, ഇതിന്റെ സെന്ററിൽ നിന്നും ഇതിന്റെ ഒരു പോയിന്റിലേക്ക് നമ്മൾ എടുക്കുന്ന ആ ഒരു ലെങ്തിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. അതേ റേഡിയസ് തന്നെയായിരിക്കും താഴെ കാണുന്ന വൃത്തത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നതും. ഓക്കെ, ഈ ഒരു ഹൈറ്റ് എച്ച് ആണെങ്കിൽ അതേ ഹൈറ്റ് തന്നെയായിരിക്കും ഇവിടെയും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എന്താണ്? താഴെയും മുകളിലും വരുന്ന സർക്കിൾസിന്റെ റേഡിയസ് ഈക്വൽ ആയിരിക്കും. മാത്രമല്ല ഈ ഒരു ഹൈറ്റും എത്രയാണ്? ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുന്ന രൂപങ്ങൾ മാത്രമാണ് എന്ത്? സിലിണ്ടർ എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന രൂപങ്ങൾ മാത്രമാണ് സിലിണ്ടർ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. 3 ഡയമെൻഷണൽ രൂപമാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ്? വോളിയം ആണ്. വോളിയം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു വോളിയം വരിക? നമ്മൾ നേരത്തെ ക്യൂബിന്റെ കാര്യം പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അതേ മോഡൽ നമുക്ക് ഇവിടെയും കാണാം അല്ലെ. താഴെ എന്താണ്? താഴെ ഒരു സർക്കിൾ ആണ്. ആ സർക്കിളിന്റെ ഏരിയ എങ്ങനെ വരും? പൈ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, പൈ ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, എത്ര ഹൈറ്റ് വരെയാണ്? എച്ച് ഹൈറ്റ് വരെയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ആ ഒരു ഏരിയ വരുന്ന സർക്കിൾ എച്ച് ഹൈറ്റിൽ നമ്മൾ ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ അതിൽ എത്രമാത്രം കൊള്ളുമോ അതാണ് അതിന്റെ വോളിയം അല്ലെ. അപ്പൊ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് വരും അല്ലെ. എച്ച് ഹൈറ്റിലുള്ള ആ ഒരു ഏരിയ അതാണ് എന്ത്? എത്ര? പൈ ആർ സ്ക്വയർ എച്ച്. അതാണ് ഇതിന്റെ വോളിയം. പൈ ആർ സ്ക്വയർ എച്ച് ആണ് ഒരു സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ നമ്മൾ നേരത്തെ കോണിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചു അല്ലെ. അതുപോലെ തന്നെ നമുക്കിവിടെ സിലിണ്ടറിന്റെയും ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ? ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ താഴത്തെയും മുകളിലത്തെയും അല്ല, മറിച്ച് ഈ വശങ്ങളിൽ ലാറ്ററൽ സൈഡിൽ വരുന്ന ആ ഒരു പോർഷന്റെ ഏരിയ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ. അതായത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു മുകളിലത്തെയും താഴത്തെയും ആ ഒരു സർക്കിൾസിന്റെ ഏരിയ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം, അതായത് നിങ്ങൾ നോക്കിയേ, ഈ ഒരു ചുറ്റളവ് അല്ലെ, ഈ ഒരു സർക്കിളിന്റെ ആ ഒരു സർക്കംഫറൻസ് എച്ച് ഹൈറ്റിൽ നമ്മൾ നോക്കിയാൽ മതി അല്ലെ. അതിന്റെ ആ ഒരു ചുറ്റളവ് സർക്കംഫറൻസ് എച്ച് ഹൈറ്റിൽ നോക്കിയാൽ മതി. അതായത്
2πr ആണ് ആ ഒരു സർക്കിളിന്റെ ചുറ്റളവ്, അത് h ഹൈറ്റിൽ. അതായത് 2πr(h) ആണ് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. 2πr × h ആണ് അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എളുപ്പമല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ, ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെ വരും? ടോട്ടൽ സർഫസ് ഏരിയ അതായത് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയയോട് രണ്ട് സർക്കിൾസിന്റെ മുകളിലും താഴെയും വരുന്ന, അല്ലെ, മുകളിലും താഴെയും വരുന്ന സർക്കിൾസിന്റെ ഏരിയ കൂടി കൂട്ടണം. ഓക്കെ, അതായത് 2πr(h)നോട് 2πr² കൂട്ടണം, അല്ലെ. എന്താണ്? മുകളിലത്തെ ആ ഒരു സർക്കിളിന്റെ ഏരിയ πr² ആണ്, താഴത്തെ സർക്കിളിന്റെ ഏരിയ എത്രയാണ്? πr² ആണ്. അത് രണ്ടും കൂടി കൂട്ടണം, 2πr² വരും. ഓക്കെ, അപ്പൊ എത്ര വരുന്നുണ്ട്? 2πr × h+r എന്നാണ് ടോട്ടൽ സർഫസ് ഏരിയ വരുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ 2πr × h+r ആണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പൊ സിലിണ്ടറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. വോളിയം പഠിച്ചു, ലാറ്ററൽ സർഫസ് ഏരിയ പഠിച്ചു, പിന്നെയോ ടോട്ടൽ സർഫസ് ഏരിയ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നോക്കിയേ, എ കോപ്പർ വയർ ഓഫ് ലെങ്ത് 36 meter ആൻഡ് diameter 2 millimeter is melted to form a sphere. The radius of the sphere in centimeter is, അല്ലെ, എന്താ ചോദിച്ചത്? നിങ്ങൾ നോക്കിയേ, എന്താ ചോദിച്ചത്? ഒരു കോപ്പർ വയർ ഉണ്ട്, ലെങ്ത് എത്രയാണ്? 36 മീറ്റർ ആണ്, 36 മീറ്റർ. അതിന്റെ ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്റർ അത് 2 millimeter ആണ്. ഓക്കെ, പിന്നെയോ അത് മെൽറ്റ് ചെയ്തിട്ട് 36 മീറ്റർ ലെങ്ത് ഉള്ള ഡയമീറ്റർ 2 millimeter ആയിട്ടുള്ള ഒരു കോപ്പർ വയർ അത് മെൽറ്റ് ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു? ഒരു സ്ഫിയർ ഉണ്ടാക്കുന്നു, ഒരു ഗോളം ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പിന്നെ കോപ്പർ വയറിൽ എത്രമാത്രം ഉണ്ടോ, അത് എത്രമാത്രം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ, എത്രമാത്രം അത് ഉൾക്കൊള്ളുന്നുണ്ടോ, അത്രയും കോപ്പർ തന്നെയാണ് എന്തിലുള്ളത്? ആ ഒരു സ്ഫിയറിലുള്ളത്. അതായത് ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഈ കോപ്പർ വയറിന്റെയും സ്ഫിയറിന്റെയും വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, കോപ്പർ വയറിന്റെയും സ്ഫിയറിന്റെയും വോളിയം എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? ഉണ്ടാക്കി വരുന്ന ആ ഒരു സ്ഫിയറിന്റെ റേഡിയസ് എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു കോപ്പർ വയറിന്റെ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. ലെങ്ത് നമുക്കറിയാം, അല്ലെ? കോപ്പർ വയർ നിങ്ങൾക്ക് ചിത്രം കിട്ടിയോ എങ്ങനെയാണെന്ന്? ഇങ്ങനെയാണ് ഒരു കോപ്പർ വയർ വരുന്നതെങ്കിൽ അതിന്റെ ലെങ്ത് ആണ് 36 മീറ്റർ. 36 മീറ്റർ ആണ് ലെങ്ത്, അല്ലെ? അതിന്റെ ഡയമീറ്റർ വ്യാസമാണ് എത്ര? 2 millimeter. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 1 millimeter ആയിരിക്കും. ഓക്കെ, 36 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. നമുക്ക് എന്തിലാണ് വേണ്ടത്? സെന്റിമീറ്ററിലാണ് വേണ്ടത്. 36 മീറ്റർ എന്ന് പറഞ്ഞാൽ 3600 സെന്റിമീറ്റർ ആണ്. 1 millimeter എന്ന് പറഞ്ഞാൽ 0.1 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഓക്കെ, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. ഇതൊരു സിലിണ്ടർ ആണ്, അല്ലെ? സിലിണ്ടർ രൂപം അല്ലേ? എന്താണ്? ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, കൃത്യമായിട്ടുള്ള ലെങ്ത് ആണ്. രണ്ട് സർക്കിളും ഈക്വൽ ഏരിയ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, അതൊരു സിലിണ്ടർ രൂപമാണ്. സിലിണ്ടറിന്റെ ആ ഒരു വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? πr²h ആണ്, അല്ലെ? അപ്പൊ πr²h, അല്ലെ? പൈ എത്രയാണ്? പൈ തന്നെ എഴുതാം. r², r എത്രയാണ് വരുന്നത്? 0.1 × 0.1, അല്ലെ? r² ആയല്ലോ. ഇൻറ്റു h എത്രയാണ്? 36, അല്ലെ? 36 മീറ്റർ ആണ്. അത് സെന്റിമീറ്ററിലേക്ക് വരുമ്പം 3600 എന്നെഴുതാം. ഇത് എന്തിന് ഈക്വൽ ആണ്? സ്ഫിയറിന്റെ വോളിയത്തിന് ഈക്വൽ ആണ്. സ്ഫിയറിന്റെ വോളിയം എന്തായിരുന്നു? 4/3, അല്ലെ? 4/3 പൈ ഇൻറ്റു r³ ആണ്. r³ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അറിയാത്തത്? റേഡിയസ് എത്രയാണെന്ന് അറിയില്ല. ആ റേഡിയസ് ആണ് ഇവിടെ r ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാലോ. പൈ കട്ട് ചെയ്യാം, ഇവിടെ നിന്നും പൈ കട്ട് ചെയ്യാം. ഓക്കെ, പൈ കട്ട് ചെയ്യാം, ഇവിടെ നിന്നും പൈ കട്ട് ചെയ്യാം. 0.1 × 0.1 × 3600 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്, അല്ലെ? 36 ആണ്. ഓക്കെ, അറിയുന്നതാണല്ലോ. 2 പോയിന്റ് മാറ്റി നമ്മൾ കുത്തിട്ടു, അതായത് 36 കിട്ടി. 36 അപ്പൊ എന്താണ്?
4/3 r³ എന്ന് നമുക്ക് കിട്ടും. 4/3 r³. 36 4 കട്ട് ചെയ്യാം, ഇവിടെ 9 ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ r³ എന്ന് പറയുന്നത് 9 × 3 27 കിട്ടും. അതായത് r എന്ന് പറയുന്നത് എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 27, അതായത് 3 ആയിരിക്കും. 3 സെന്റിമീറ്റർ. അതാണ് എത്ര? r എന്ന് പറയുന്നത്. r എത്രയാണ്? റേഡിയസ് എത്രയാണ്? 3 സെന്റിമീറ്റർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു കോപ്പർ വയർ, അല്ലെ, കോപ്പർ വയർ ലെങ്ത് എത്രയാണ്? 36 മീറ്റർ ആണ്. ഡയമീറ്റർ എത്രയാണ്? 2 മില്ലിമീറ്റർ ആണ്. അത് മെൽറ്റ് ചെയ്തിട്ട് ഉരുക്കിയിട്ട് നമ്മളൊരു സ്ഫിയർ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? രണ്ടിന്റെയും വോളിയം ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതിൽ ഈ ഒരു കോപ്പർ വയറിൽ എത്രമാത്രം കോപ്പർ ഉണ്ടോ അത്രയും കോപ്പർ തന്നെയാണ് നമ്മുടെ സ്ഫിയറിലും വരാൻ പോകുന്നത്. അതായത് ഇതിന്റെ വോളിയം ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മുടെ ഈ ഒരു സിലിണ്ടർ രൂപത്തിലുള്ള വയറിന്റെ ആ ഒരു വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. πr² ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. π × 0.1 × 0.1 × 3600 = എന്താണ്? നമ്മുടെ സ്ഫിയറിന്റെ വോളിയം 4/3 ഓക്കെ, അപ്പൊ 36 എന്ന് പറയുന്നത് 4/3 r³ എന്ന് കിട്ടും. അതായത് r³ എത്രയാണ്? 27 ആണ്. അങ്ങനെയാണെങ്കിൽ r 3 സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ചൈൽഡ് റീഷേപ്സ് എ കോൺ മെയ്ഡ് അപ്പ് ഓഫ് ക്ലേ ഓഫ് ഹൈറ്റ് 24 സെന്റിമീറ്റർ ആൻഡ് റേഡിയസ് 6 സെന്റിമീറ്റർ ഇൻടു എ സ്ഫിയർ. ഓക്കെ, അപ്പൊ പിന്നെന്താണ്? ദ റേഡിയസ് ഇൻ സെന്റിമീറ്റർ ഓഫ് ദ സ്ഫിയർ ഈസ്, അല്ലെ, എന്താണ്? ഒരു കുട്ടി ഒരു കോണ്, അല്ലെ, ഒരു സ്തൂപിക, വൃത്ത സ്തൂപികയെ റീഷേപ്പ് ചെയ്യുന്നു. ഓക്കെ, റീഷേപ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വൃത്തസ്തൂപിക. ഓക്കെ, അതിനെ റീഷേപ്പ് ചെയ്യുന്നു. എന്തായിട്ട്? ഒരു സ്ഫിയർ ആയിട്ട് റീഷേപ്പ് ചെയ്യുന്നത്. സ്ഫിയർ ആണെന്ന് നിങ്ങൾ കണക്കാക്കുക. ഓക്കെ, സ്ഫിയർ ആയിട്ട് റീഷേപ്പ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ എന്താണ്? അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഫിയറിന്റെ, ഗോളത്തിന്റെ റേഡിയസ് എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലെ, രണ്ടും ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതായത് എന്താണ്? ഇതിന്റെ വോളിയം. മനസ്സിലായല്ലോ? ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു കോണിനെയാണ് ഇവിടെ സ്ഫിയർ ആക്കി മാറ്റുന്നത്. അതായത് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഓക്കെ, ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരു കോണിന്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1/3 πr² ആണ്. 1/3 πr² ആണ്. അല്ലെ, അപ്പൊ നിങ്ങൾ നോക്കി, നമുക്ക് എന്തൊക്കെ അറിയാം? ഇവിടെ r എത്രയാണെന്ന് അറിയാം. r എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. r അറിയാം. h എത്രയാണ്? 24 സെന്റിമീറ്റർ ആണ്. അതും അറിയാം. അതായത് നോക്കിയേ, 1/3 × π × r², അതായത് 6 × r × 24 എന്ന് പറയുന്നത് എത്രയാണ്? സ്ഫിയറിന്റെ വോളിയത്തിന് ഈക്വൽ ആണ്. അതായത് 4/3 × π × r³. ഓക്കെ, 4/3 × π × r³. പൈയും ക്യാൻസൽ ആയി. നമുക്കിവിടെ റേഡിയസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഈ സ്ഫിയറിന്റെ റേഡിയസ് r ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കിയേ, 3 ഇവിടെ നിന്ന് വെട്ടിപ്പോയി, ഇവിടെ നിന്ന് 3 വെട്ടിപ്പോയി, അല്ലെ? ഇനി നിങ്ങൾ നോക്കൂ, പിന്നെ എന്താ വരുന്നത്? ഓക്കെ, ഇവിടെ നിന്ന് 6 4 24 അല്ലേ? അപ്പൊ ഇവിടെ 6 ആയി, ഇവിടെ 4 ആയി. ഓക്കെ, r³ എന്ന് പറയുന്നത് എത്രയാണ്? 6 × 6 × r. ഓക്കെ, r³ എത്രയാണ്? 6 × 6 × 6. അതായത് r എന്ന് പറയുന്നത് എത്രയാണ്? 6 എന്ന് കിട്ടും. 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. എളുപ്പമല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ്. നേരത്തെ എന്താണ്? സ്ഫിയറിന്റെയും നമ്മുടെ സിലിണ്ടറിന്റെയും വോളിയമാണ് ഈക്വേറ്റ് ചെയ്തത്. ഇവിടെയോ കോണാണ് ആള്, അല്ലെ? അപ്പൊ കോണിന്റെയും സ്ഫിയറിന്റെയും ഇക്വേഷൻസ്, വോളിയം കാണാനുള്ള ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ റേഡിയസ് കണ്ടെത്തുന്നു. a ആണ്, അല്ലെ? 6 സെന്റിമീറ്റർ ആണ് ഇവിടെ ഉത്തരമായിട്ട് കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. A solid metallic spherical ball of diameter 6 cm is melted and recasted into a cone with the diameter of the bases as 12 cm എന്നാണ് പറഞ്ഞത്. ഓക്കെ, 12 cm ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, the height of the cone is, അല്ലെ? ഇപ്പൊ എന്താ പറഞ്ഞത്? a solid metallic spherical ball of diameter 6 cm, അല്ലെ? ഡയമീറ്റർ ആണ് 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഈസ് മെൽറ്റഡ്, അല്ലെ? എന്താണ് ഇത്? സ്ഫെറിക്കൽ ബോൾ ആണ്, സ്ഫിയർ ആണ്. ഓക്കെ, മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റഡ് ഇൻ ടു എ കോൺ, അല്ലെ? കോൺ വിത്ത് ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്റർ ഓഫ് ദ ബേസ് ആസ് 12 സെന്റിമീറ്റർ. ബേസിന്റെ ആ ഒരു കോണിന്റെ ബേസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്
12 സെന്റിമീറ്റർ ആണ് അല്ലെ 12 ഇത് കോണിന്റെ ആണ് ഓക്കെ ഇത് സ്ഫിയറിന്റെ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്ര വരുന്നുണ്ട് ഇവിടെ 6 സെന്റിമീറ്റർ വരുന്നുണ്ട് 6 സെന്റിമീറ്റർ ഓക്കെ ദ ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് അല്ലെ അപ്പൊ നിങ്ങൾ നോക്കിയേ ഇവിടെ നമുക്ക് വോളിയം കിട്ടും അല്ലെ ഇതെന്താണ് ഇതാണ് മെൽറ്റ് ചെയ്യുന്നത് അല്ലെ ഈ സ്ഫിയർ ആണ് മെൽറ്റ് ചെയ്യുന്നത് ഒരു ഗോളം ഉരുക്കിയിട്ടാണ് എന്തുണ്ടാക്കുന്നത് കോൺ റീകാസ്റ്റഡ് ഇൻ ടു എ കോണാക്കി മാറ്റുന്നത് ആണല്ലോ ഓക്കെ അപ്പൊ എന്താണ് വോളിയം ഈക്വൽ ആണ് അപ്പൊ ഇതിന്റെ വോളിയം എത്ര വരും 4/3 ഇൻറ്റു പൈ ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലെ 4/3 പൈ ആർ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ് ഈ കോണിന്റെ വോളിയത്തിന് ഈക്വൽ ആണ് അല്ലെ അതായത് 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ അല്ലെ അപ്പൊ അതായത് 6 ഇൻറ്റു 6 ഇൻറ്റു എച്ചിന് തുല്യമാണ് അല്ലെ എച്ചിന് തുല്യമാണ് എന്താ കണ്ടുപിടിക്കേണ്ടത് എച്ച് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ by3 പോയി പൈ പോയി ഓക്കെ പിന്നെ എന്താ പോകുന്നത് 3 9 9 4 36 ഓക്കെ അപ്പൊ അത്രയും പോട്ടെ ഈ 36 പോയി ഇവിടെയോ 6 6 36 അതും പോയി ഓക്കെ അപ്പൊ എച്ച് ഇക്വേറ്റ് ചെയ്യുന്ന എന്തിലേക്കാണ് 3ലേക്കാണ് ഓക്കെ അപ്പൊ h = 3 എന്ന് കിട്ടും അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 3 സെന്റിമീറ്റർ ആണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ സ്ഫെരിക്കൽ ബോൾ ആണ് മെൽറ്റ് ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നത് ഒരു കോൺ ഉണ്ടാക്കി മാറ്റുന്നത് അല്ലെ സ്ഫിയർ കോണാക്കി മാറ്റുന്നു രണ്ടിന്റെയും എന്ത് തന്നിട്ടുണ്ട് ഡയമീറ്റർ തന്നിട്ടുണ്ട് നമ്മൾ റേഡിയസ് കണ്ടെത്തുന്നു അല്ലെ പിന്നെയോ വോളിയംസ് കാണാനുള്ള ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യുന്നു അവിടെ നിന്ന് നമ്മൾ കോണിന്റെ ഹൈറ്റ് കണ്ടെത്തുന്നു മനസ്സിലായല്ലോ ഓക്കെ അത് കിട്ടിയല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ എ സോളിഡ് സ്ഫിയർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ റൈറ്റ് സർക്കുലർ കോൺ with a base radius equal to the radius of sphere. What is the ratio of the height and radius of the cone so formed? Okay, a solid sphere is melted and recast into a right circular cone. അല്ലെ ഒരു സോളിഡ് സ്ഫിയർ ആണ് അല്ലെ സ്ഫിയർ ആണ് ഒരു ഗോളമാണ് മെൽറ്റ് ചെയ്തിട്ട് ഒരു റൈറ്റ് സർക്കുലർ കോണാക്കി മാറ്റുന്നത് അല്ലെ സ്ഫിയർ എന്താവുന്നു ഒരു കോണാക്കി മാറുന്നു സ്ഫിയർ എന്താവുന്നു കോണായിട്ട് മാറുന്നു വിത്ത് എ ബേസ് റേഡിയസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് സ്ഫിയർ അല്ലെ ബേസ് റേഡിയസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് സ്ഫിയർ നോക്കിയേ എ സോളിഡ് സ്ഫിയർ കോണാക്കി മാറ്റുന്നു വിത്ത് എ ബേസ് റേഡിയസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് സ്ഫിയർ അതായത് സ്ഫിയറിന്റെയും കോണിന്റെയും റേഡിയസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് ഓക്കെ സ്ഫിയറിന്റെ റേഡിയസ് എത്ര തന്നെയാണോ അത്ര തന്നെയാണ് കോണിന്റെയും റേഡിയസ് ബേസ് റേഡിയസ് ആയിട്ട് വരുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ദ കോൺ സോ ഫോംഡ് എന്നാണ് ചോദ്യം അല്ലെ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ദ കോൺ സോ ഫോംഡ് ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കിയേ സ്ഫിയർ ആണ് കോണിന്റെ സ്ഫിയർ എന്താവുന്നു കോണാക്കി മാറ്റുന്നു അതായത് രണ്ടിന്റെയും വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ആണ് ഓക്കെ അപ്പൊ 4/3 പൈ ആർ ക്യൂബ് അതാണ് സ്ഫിയറിന്റെ വോളിയം വരുന്നത് ഓക്കെ അത് എന്തിന് ഇക്വേറ്റ് ചെയ്യുന്നു കോണിന്റെ വോളിയത്തിനോട് ഇക്വേറ്റ് ചെയ്യുന്നു 1/3 പൈ ആർ ക്യൂബ് 1/3 പൈ ആർ സ്ക്വയർ എച്ചിനോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു 1/3 പൈ ആർ സ്ക്വയർ എച്ചിനോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കിയേ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് രണ്ടിന്റെയും റേഡിയസ് എത്രയാണ് ഈക്വൽ ആണ് അല്ലെ എന്താണ് ബേസ് റേഡിയസ് അല്ലെ സർക്കുലർ കോണിന്റെ ബേസ് റേഡിയസും പിന്നെയോ ഈ ഒരു സ്ഫിയറിന്റെ സർക്കുലർ കോണിന്റെ ബേസ് റേഡിയസും സ്ഫിയറിന്റെ റേഡിയസും ഈക്വൽ ആണ് അല്ലെ അപ്പൊ by3 ക്യാൻസൽ ആയി ഈ ഒരു പൈയും ക്യാൻസൽ ആയി ഇവിടെ ഒരു ആർ ക്യൂബ് ഉണ്ട് ആർ ക്യൂബിനെ നമുക്ക് ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് എഴുതാലോ ഓക്കെ വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആർ സ്ക്വയറും ക്യാൻസൽ ആയി ഓക്കെ പിന്നെ അപ്പൊ നിങ്ങൾ നോക്കിയേ h/r ഓക്കെ h/r എന്ന് വരുമ്പോ എന്ത് വന്നു ഓക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ ഇവിടെ ഓക്കെ ഒന്നും കൂടി വ്യക്തമാക്കി എഴുതരാം ശ്രദ്ധിക്കുക ഓക്കെ 4/3 പൈ ആർ ക്യൂബ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ചിനാണ് നമ്മൾ ഈക്വേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കൂ പൈയും ക്യാൻസൽ ആയി by3 ക്യാൻസൽ ആയി ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കിയേ 4 ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ആർ സ്ക്വയർ കട്ട് ചെയ്തു ഇവിടെ നമ്മൾ ഒരു 6 ബാക്കി വന്നു അതായത് h/r എന്ന് പറയുന്നത് 4/1 ആണ് അതായത് ഹൈറ്റ് ഈസ് ടു റേഡിയസ് എന്ന് പറയുന്നത്
4:1 ആണ്. 4:1 ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 4:1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 4:1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് ഇതിനകത്ത് ഒരു വാല്യൂസും തന്നിട്ടില്ല, അല്ലെ? ഒരു വാല്യൂസും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. നിങ്ങൾ നോക്കിയേ, ഒരു സോളിഡ് സ്ഫിയർ, അല്ലെ? ഒരു സോളിഡ് സ്ഫിയർ, അതായത് അതിനെ നമ്മൾ എന്താക്കുന്നു, ഒരു കോണാക്കി മാറ്റുന്നു. ഓക്കെ, ഒരു കോണാക്കി മാറ്റുന്നു. ഒരു സ്ഫിയർ കോണാക്കി മാറ്റുമ്പോൾ അതിന്റെ എന്താണ് ഈക്വൽ ആയിട്ടുള്ളത്? അതിന്റെ ബേസ് റേഡിയസ് എന്താണ്? ഈക്വൽ ആണ്, അല്ലെ? സ്ഫിയറിന്റെ റേഡിയസ് എത്ര തന്നെയാണോ അത്ര തന്നെയാണ് നമ്മുടെ കോണിന്റെ ബേസ് റേഡിയസ് വരുന്നത്. അങ്ങനെ രണ്ട് തുല്യമായിട്ടുള്ള റേഡിയസ് തമ്മിൽ ആ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഹൈറ്റും ആ റേഡിയസും തമ്മിലുള്ള ഇക്വേഷൻ, ആ ഒരു അംശബന്ധം, അല്ലെ? ആ ഒരു റേഷ്യോ നിങ്ങൾ നോക്കൂ, 4:1 എന്നാണ് പറയുന്നത്, അല്ലെ? അതൊരിക്കലും മാറുന്നില്ല, ഒരിക്കലും മാറുന്നില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ കൂടിയും നിങ്ങൾക്ക് നേരിട്ട് ഓപ്ഷനിൽ നിന്നത് പിക്ക് ചെയ്യാൻ സാധിക്കും. 4:1 എന്ന് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ ഡി 4:1 ആണ് നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം 4:1. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, കിട്ടിയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ദ ഹൈറ്റ് ഓഫ് എ കോൺ ഈസ് ഇൻക്രീസ്ഡ് ബൈ 100%, then its volume is increased by. Okay, എന്താണ്? if the height of a cone is increased by 100%, 100% ആയിട്ട് നമ്മൾ ഇതിന്റെ ഹൈറ്റ് കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വോളിയം എത്രമാത്രം ഇൻക്രീസ് ആകുന്നു എന്നാണ് ചോദ്യം, അല്ലെ? എന്തിന്റെയാണ് കൂട്ടുന്നത്? കോണിന്റെ. ഒരു കോണിന്റെ ഹൈറ്റ് നമ്മൾ 100% ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വോളിയം എത്രമാത്രം ഇൻക്രീസ് ആകുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മുടെ കോണിന്റെ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്, അല്ലെ? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അവിടെ എന്താണ് കൂടുന്നത്? ഹൈറ്റ് ആണ് കൂടുന്നത്, അല്ലെ? അപ്പൊ എച്ച് എന്നുള്ളത് 100% ആയിട്ട് കൂടുകയാണ്. എച്ച് എന്താണ്? 1h ആണ്, അല്ലെ? അത് 100% ആയിട്ട് കൂടുകയാണെങ്കിൽ എന്താണ്? 2h ആയിട്ട് മാറുന്നു. 2h ആയിട്ടത് മാറുന്നു. അതായത് ആദ്യത്തെ വോളിയം 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണെങ്കിൽ രണ്ടാമത്തെ വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു 2h ആയിട്ട് മാറുന്നു. അതായത് ആദ്യത്തെ വോളിയത്തിന്റെ ഇരട്ടിയായിട്ട് മാറുന്നു. ആദ്യത്തെ വോളിയത്തിന്റെ ഇരട്ടിയായിട്ട് മാറുന്നു. നോക്കൂ, അപ്പൊ എത്ര കൂടുന്നുണ്ട്? 100% ഇൻക്രീസ് വരുന്നുണ്ട്. 100% ഇൻക്രീസ് വരുന്നുണ്ട്. ഇത്രയും, ഇത് 100% ആണ്, ഇതോ 200% ആണ്. അതായത് ഈ ഒരു വോളിയത്തിന്റെ 100% കൂടുന്നു. ഓക്കെ, അറിയാതെ 200% പോയി നമ്മുടെ ആ ഒരു വെപ്രാളത്തിൽ പോയി 200% പോയി കുത്തരുത്. എത്രയാണ്? എത്രമാത്രം കൂടുന്നു, എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. 100% ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 100% ഇൻക്രിമെന്റ് ആണ് അതിന്റെ വോളിയത്തിൽ സംഭവിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. If a solid cone of volume 27 p അല്ല പൈ ആണ്. ഓക്കെ, 27 pi centimeter cube is kept inside a hollow cylinder whose radius and height are that of a cone, then the volume of water needed to fill the empty space is. Okay, എന്താണ്? If a solid cone of volume 27 pi centimeter cube is kept inside a hollow cylinder whose radius and height are that of the cone, then the volume of water needed to fill the empty space is. അല്ലെ, എന്താ പറയുന്നത്? ഒരു സിലിണ്ടർ ഉണ്ട്, ഒരു സിലിണ്ടർ. ആ സിലിണ്ടറിന് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു റേഡിയസ് ഉണ്ട്, പിന്നെയോ അതിനൊരു ഹൈറ്റ് ഉണ്ട്. ഓക്കെ, അതേ റേഡിയസും അതേ ഹൈറ്റും വരുന്ന മറ്റൊരു കോണുണ്ട്. ആ കോണിനെ നമ്മൾ ഈ ഒരു സിലിണ്ടറിലേക്ക് വെക്കുന്നു. അതിൽ കുറെ ഭാഗം നമുക്ക് അവിടെ സ്പേസ് കിട്ടുമല്ലോ, അല്ലെ? എംപ്റ്റി സ്പേസ് ഒരുപാട് ഉണ്ടാകും. അതിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫില്ല് ചെയ്യുന്ന വാട്ടറിന്റെ ആ ഒരു വോളിയം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുമ്പോൾ മനസ്സിലാവും. നോക്കൂ, ഒരു സിലിണ്ടർ, ഓക്കെ, ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിലേക്ക് നമ്മളൊരു കോൺ ഇറക്കി വെക്കുന്നു. ഓക്കെ, ഒരു കോൺ ഇറക്കി വെക്കുന്നു. അതായത് സിലിണ്ടറിന്റെ അതേ റേഡിയസ് വരുന്ന, സിലിണ്ടറിന്റെ അതേ ഹൈറ്റ് വരുന്ന ഒരു കോണാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ആ ഒരു എംപ്റ്റി സ്പേസ്, അല്ലെ, ആ ഒരു കോൺ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എംപ്റ്റി സ്പേസിലേക്കാണ് നമ്മൾ വാട്ടർ ഒഴിക്കുകയാണെങ്കിൽ അത് പോയി ഫില്ല് ചെയ്യപ്പെടുന്നത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു എംപ്റ്റി സ്പേസ് എത്രയെന്നാണ് ചോദ്യം. നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ഈ ഒരു കോണിന്റെ വോളിയം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അത് 27 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ്. 27 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് അവിടുത്തെ വോളിയം വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു
എം ടി സ്പേസിന്റെ ആ ഒരു സിലിണ്ടറിന്റെ ബാക്കിയുള്ള എം ടി സ്പേസിന്റെ വോളിയം എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ വളരെ പെട്ടെന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കണ്ടെത്താനുള്ള ഒരു വഴി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിനു മുൻപ് നമുക്ക് ഇത് എങ്ങനെ വരുന്നു എന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്കറിയാം ഈ ഒരു സിലിണ്ടറിന്റെ ആ ഒരു വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? പൈ ആർ സ്ക്വയർ എച്ച് ആണ് അല്ലെ. ഇതിന്റെ റേഡിയസ് ആണ്, റേഡിയസ്. ഓക്കെ, അപ്പൊ ആ ഒരു റേഡിയസ് ഉണ്ട്, ഇതിന്റെ ഹൈറ്റ് എച്ച് ആണ്. പൈ ആർ സ്ക്വയർ എച്ച് ആണ് നമ്മുടെ സിലിണ്ടറിന്റെ വോളിയം വരുന്നത്. ഓക്കെ, സിലിണ്ടറിന്റെ വോളിയം പൈ ആർ സ്ക്വയർ എച്ച് ആണ് വരുന്നത്. ഓക്കെ, 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ ഒരു കോണിന്റെ വോളിയം വരുന്നത്. 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് ഈ ഒരു കോണിന്റെ വോളിയം വരുന്നത്. കോണിന്റെ വോളിയം 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അതായത് നിങ്ങൾ നോക്കിയേ, ഈ ഒരു സിലിണ്ടറിന്റെ വോളിയം എത്രയാണോ അതിന്റെ 1/3 ഈ ഒരു കോണിന്റെ വോളിയം വരുന്നത്. സിലിണ്ടറിന്റെ വോളിയം എത്രയാണോ അതിന്റെ 1/3 അതിന്റെ കോണിന്റെ വോളിയം, അതിൽ ഇറക്കി വെക്കുന്ന ആ ഒരു കോണിന്റെ വോളിയം വരുന്നത്. മനസ്സിലായല്ലോ? സിലിണ്ടറിന്റെ വോളിയം എത്രയാണോ അതിന്റെ 1/3 വരുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയേ, സിലിണ്ടറിന്റെ വോളിയം 3 ആണെങ്കിൽ അതിന്റെ കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 1 ആണ്. സിലിണ്ടറിന്റെ വോളിയം 6 ആണെങ്കിലോ കോണിന്റെ വോളിയം 2 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ സോളിഡ് കോൺ ഓഫ് വോളിയം 27 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് അല്ലെ. അതായത് കോണിന്റെ വോളിയം 27 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ സിലിണ്ടറിന്റെ വോളിയം എത്രയാണ് വരുന്നത്? 27 × 3 വരും. 27 × 3 വരും. ഓക്കെ, അപ്പൊ എത്ര വരുന്നുണ്ട്? 81 വരും. 81 സെന്റിമീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ഈ ഒരു സിലിണ്ടറിന്റെ വോളിയം വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ 3 വരുന്നത് എത്രയാണ്? ആ ഒരു സിലിണ്ടറിന്റെ 3 എന്താണ് സൂചിപ്പിക്കുന്നത്? സിലിണ്ടറിന്റെ വോളിയം ആണ്. 1 എന്താണ്? ആ ഒരു കോണിന്റെ വോളിയമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എം ടി സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു സിലിണ്ടറിന്റെ വോളിയത്തിൽ നിന്നും കോണിന്റെ വോളിയം കുറച്ച അതാണ് അല്ലെ. അത് എത്രയാണ്? 3ൽ നിന്ന് 1 കുറച്ചാൽ 2 കിട്ടും. അപ്പൊ 2 സൂചിപ്പിക്കുന്ന എത്രയാണോ വാല്യൂ, അതാണ് എന്ത്? നമ്മുടെ എം ടി സ്പേസ് എന്ന് പറയുന്നത്. 1 എത്രയാണ്? 27 ആയിരുന്നു അല്ലെ. എന്താണ്? കോണിന്റെ വോളിയം 27 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ്, അതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എം ടി സ്പേസ് എന്ന് പറയുന്നത് എത്രയാണ്? 27 × 2 എത്രയാണ്? 54 പൈ സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ, 54 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ഈ ഒരു എം ടി സ്പേസ്. ആ എം ടി സ്പേസിലേക്കാണ് നമ്മുടെ വാട്ടർ ഫില്ല് ചെയ്യപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. If the radius of a cylinder is decreased by 50% and the height is increased by 50% to form a new cylinder, the വോളിയം വിൽ ബി ഡിക്രീസ്ഡ് ബൈ. ഓക്കെ, എന്താണ്? ഒരു സിലിണ്ടറിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. സിലിണ്ടറിന്റെ എന്താണ്? റേഡിയസ് ആദ്യം 50% ഡിക്രീസ് ചെയ്യുന്നു. പിന്നെയോ ഹൈറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%. ഹൈറ്റോ 50% ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ രൂപപ്പെടുന്ന ഈ ഒരു അളവിൽ രൂപപ്പെടുന്ന പുതിയ സിലിണ്ടറിന്റെ വോളിയം എത്രമാത്രം ഡിക്രീസ് ചെയ്യപ്പെടും എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? സിലിണ്ടറിന്റെ വോളിയം പൈ ആർ സ്ക്വയർ എച്ച് ആണ് അല്ലെ. പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് ആദ്യം ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 50% കുറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ പൈ ഇൻറ്റു 50% കുറയുകയാണെങ്കിൽ എന്താണ്? R/2 ആവുന്നുണ്ട് അല്ലെ. R/2 ആവുന്നുണ്ട്. അതിന്റെ ആ ഒരു റേഡിയസ് എന്ന് പറയുന്നത് R/2 ആവുന്നു. ഓക്കെ, അപ്പൊ R/2 ഇൻറ്റു R/2 ആകുന്നു. അതാണ് ഇതിന്റെ റേഡിയസ് പൈ ആർ സ്ക്വയർ. ഓക്കെ, ഇൻറ്റു എച്ച് എത്രയാണ്? ഹൈറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%. അതായത് 1 ആണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണെങ്കിൽ അത് പിന്നെ 1.5 ആകുന്നുണ്ട് അല്ലെ. അതായത് 3/2 എച്ച് ആയിട്ട് മാറുന്നുണ്ട്. 3/2 എച്ച്, 1.5 നമുക്ക് 3/2 എന്ന് എഴുതാം. അങ്ങനെ 1.5 അല്ലെ. അതായത് 3/2 എച്ച് എന്ന് ആക്കി എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ഒരു പൈ ആർ സ്ക്വയർ എച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. പൈ ആർ സ്ക്വയർ എച്ച് ഇൻറ്റു 3/8 എന്ന് എഴുതാം അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, വോളിയം എന്താവുന്നു? ആദ്യത്തെ വോളിയം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. രണ്ടാമത്തേതോ അത് പൈ ആർ സ്ക്വയർ എച്ച് ഇൻറ്റു 3/8 ആണ്. ഓക്കെ, 8/8 ആണ് നമ്മുടെ 1 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ആ ഒരു 1 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത് എത്രയാണോ അതാണ് ഇതിന്റെ ആദ്യത്തെ വോളിയം. എന്നാൽ രണ്ടാമത്തെ വോളിയം നിങ്ങൾ നോക്കൂ, പൈ ആർ സ്ക്വയർ എച്ച് ഇൻറ്റു 3/8 ആണ്. പൈ ആർ സ്ക്വയർ എച്ച് ഇൻറ്റു 3/8 ആണ്. അതായത് 8ൽ 5 കുറഞ്ഞു
അല്ലെ, അതായത് ആദ്യത്തെ വോളിയത്തിൽ നിന്നും 8/5 കുറഞ്ഞു, 8/5 കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ 5/8 സൂചിപ്പിക്കുന്ന ആ ഒരു പെർസെൻറ്റേജ് എത്രയാണ്? 5/8 ഇൻറ്റു 100. 5/8 ഇൻറ്റു 100 എന്ന് പറയുന്നത് 62.5% ഈക്വൽ ആണ്. 62.5% ഈക്വൽ ആണ്. അതായത് 62.5% കുറവാണ് അതിന്റെ വോളിയത്തിൽ സംഭവിക്കുന്നത്. ഓക്കെ, 62.5% കുറവാണ് അതിന്റെ വോളിയത്തിൽ സംഭവിക്കുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി 62.5% കുറവ് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഈച്ച് ഓഫ് ദ ഹൈറ്റ് ആൻഡ് ബേസ് റേഡിയസ് ഓഫ് എ കോൺ ഈസ് ഇൻക്രീസ്ഡ് ബൈ 100%. ഈച്ച് ഓഫ് ദ height and base radius of a cone is increased by 100%. The percentage increase in the volume of the cone is എന്നാണ് ചോദിച്ചത് അല്ലെ. എന്താണ്? ഹൈറ്റും പിന്നെയോ ബേസ് റേഡിയസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്തിന്റെ? കോണിന്റെ. ഒരു കോണിന്റെ ഹൈറ്റും ബേസ് റേഡിയസും ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. എത്രമാത്രം? 100% വെച്ച് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ബേസ് റേഡിയസ് 1 ആണെങ്കിൽ അത് എത്രയായി മാറുന്നു? 2 ആയി മാറുന്നു. 100% ഇൻക്രിമെന്റ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഹൈറ്റ് ഇപ്പം h ആണെങ്കിൽ അത് 2h ആയിട്ട് മാറുന്നുണ്ട്. 4 ആണെങ്കിലോ 8 ആയിട്ട് മാറുന്നുണ്ട്. 10 ആണെങ്കിൽ 20 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈറ്റും ബേസ് റേഡിയസും 100% ഇൻക്രിമെന്റ് സംഭവിക്കുകയാണെങ്കിൽ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് ദ കോൺ ഈസ് എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്കറിയാം കോൺ ആണ്. കോണിന്റെ വോളിയത്തിലാണ് മാറ്റം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് നമ്മുടെ വോളിയം വരുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കൂ, ആർ എന്ന് പറയുന്നത് 2r ആകുന്നു, എച്ച് എന്ന് പറയുന്നത് 2h ആകുന്നു അല്ലെ. 100% ഇൻക്രിമെന്റ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, 1/3 ഇൻറ്റു പൈ ഇൻറ്റു 2 അല്ലെ, 2r ഹോൾ സ്ക്വയർ ഇൻറ്റു 2h ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, 1/3 ഇൻറ്റു പൈ ഇൻറ്റു 2 സ്ക്വയർ അതായത് 4r ഇൻറ്റു 2h അതായത് 1/3 ഇൻറ്റു പൈ ഇൻറ്റു 8 ഇൻറ്റു ആർ എച്ച്. ഓക്കെ, ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ഓക്കെ, 8 ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച് അതായത് നമ്മുടെ വോളിയം 1നേക്കാൾ വോളിയം 2ലേക്ക് എന്താ സംഭവിക്കുന്നത്? അവിടെ 8 ടൈംസ് അല്ലെ, 8 ടൈംസ് ആയിട്ട് മാറുന്നു. വോളിയം 1 എത്രയാണോ അതിന്റെ വോളിയം 1ന്റെ 8 ടൈംസ് ആണ് എന്ത്? V2 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ V2 എന്ന് പറയുന്നത് 8v1 ആണ് അല്ലെ. V2 എന്ന് പറയുന്നത് 8v1 ആണ്. V1 എത്രയാണ്? അതൊറ്റ V1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രമാത്രമാണ് ഇൻക്രിമെന്റ് സംഭവിച്ചത്? ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ 7v1 അല്ലെ, 7v1 സംഭവിക്കുന്നു. അതായത് V1ന്റെ 7 ടൈംസ്. ഓക്കെ, V1ന്റെ 7 ടൈംസ് ആണ് കൂടുന്നത്. അതായത് 700% ആണ് ഇൻക്രിമെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, 700%, 700% ഇൻക്രിമെന്റ് ആണ് വോളിയത്തിൽ സംഭവിക്കുന്നത്. 700% ഇൻക്രിമെന്റ് വോളിയത്തിൽ സംഭവിക്കുന്നു. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. If the height of a right circular cone is increased by 200% and the radius of the base is reduced by 50%, the volume of the cone. Okay, എന്താണ്? If the height of a right circular cone is increased by 200%. ഓക്കെ, എന്താണ്? ഒരു കോണിന്റെ അല്ലെ, ഒരു സ്തൂപികയുടെ എന്താണ് ഹൈറ്റ് എത്രയാണ്? 200% കൂടുന്നു അല്ലെ. അപ്പൊ ഹൈറ്റ് h ആണെങ്കിൽ എത്രയായി മാറുന്നുണ്ട്? അത് 3h ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ഹൈറ്റ് h ആണെങ്കിൽ അത് 3h ആയിട്ട് മാറുന്നുണ്ട്. 200% ഇൻക്രിമെന്റ് ആണ് അല്ലെ. ഇൻക്രിമെന്റ് ആണ്, 200% മാറുകയല്ല, 200% ഇൻക്രിമെന്റ് സംഭവിക്കുന്നു. അപ്പൊ h ആണെങ്കിൽ 200% ഇൻക്രിമെന്റ് സംഭവിക്കുമ്പോൾ 3h ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, പിന്നെ റേഡിയസ് ഓഫ് ദ ബേസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 50%. റേഡിയസ് എത്ര വരുന്നുണ്ട്? അത് 50% കുറയുന്നുണ്ട്. അപ്പൊ r/2 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, r/2 ആയിട്ട് അതിന്റെ ബേസ് റേഡിയസ് മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ കോൺ അല്ലെ, ആ കോണിന്റെ വോളിയത്തിൽ എത്രമാത്രം മാറ്റമാണ് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, കോണിന്റെ വോളിയം അല്ലെ, അതായത് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് നമ്മുടെ കോണിന്റെ വോളിയം വരുന്നത്. 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് നമ്മുടെ വോളിയം വരുന്നത്. ഓക്കെ, അതാണ് V1 വോളിയം. ആദ്യത്തെ വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്.
രണ്ടാമത് വരുമ്പോൾ ഹൈറ്റിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? എച്ച് എന്ന് പറയുന്നത് 3h ആയിട്ട് മാറുന്നുണ്ട്. എച്ച് 3h ആയിട്ട് മാറുന്നുണ്ട്. ആറോ R/2 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ വോളിയം 2 എന്ന് പറയുന്നത് 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എത്ര സംഭവം വരുന്നുണ്ട്? R/2 ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ R/2 ഇൻറ്റു R/2 ഇൻറ്റു എച്ച് എത്രയാവുന്നുണ്ട്? 3h ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ 1/3 പൈ R² h ഇൻറ്റു 3/4 ആണ്. ഓക്കെ, 1/3 പൈ R² h ഇൻറ്റു 3/4 ആണ് നമ്മുടെ പുതിയ വോളിയം V2 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യത്തെ ഈ ഒരു V1 കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രമാണ് മാറ്റം വരുന്നത്? 3/4 ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. V1ന്റെ 3/4 ആണ് അല്ലെ. V1ന്റെ 3/4 ആണ് V2 വരുന്നത് അല്ലെ. V1ന്റെ മുക്കാൽ ഭാഗം മാത്രമേ V2ന്റെ വോളിയം ഉള്ളൂ. അതായത് മുക്കാൽ ഭാഗം മാത്രമേ ഉള്ളൂ. അതായത് എത്രയാണ്? 25% അല്ലെ. 25% ഡിക്രീസ് ആണ് വരുന്നത്. 25% ഡിക്രീസ്. ഓക്കെ, ഓപ്ഷൻ ഡി 25% ഡിക്രീസ് ആണ് അതിന്റെ വോളിയത്തിൽ സംഭവിക്കുന്നത്. കിട്ടിയല്ലോ? കാര്യം വ്യക്തമാണല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. The volumes of a right circular cylinder and a sphere are equal. Okay, എന്താണ്? The volumes of a right circular cylinder and a sphere are equal. Radius of the cylinder and the diameter of the sphere are equal. The ratio of height and radius of the cylinder is അല്ലെ. വോളിയംസ് ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ആൻഡ് സ്ഫിയർ ആർ ഈക്വൽ അല്ലെ. ആ ഒരു സിലിണ്ടറിന്റെയും ആ ഒരു ഗോളത്തിന്റെയും സ്ഫിയറിന്റെയും വോളിയംസ് ഈക്വൽ ആണ്. റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ആൻഡ് ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ ആർ ഈക്വൽ അല്ലെ. പിന്നെയോ റേഡിയസ്, സിലിണ്ടറിന്റെ റേഡിയസും പിന്നെയോ ഡയമീറ്റർ, സ്ഫിയറിന്റെ ഡയമീറ്ററും ഈക്വൽ ആണ്. സിലിണ്ടറിന്റെ റേഡിയസും സ്ഫിയറിന്റെ ഡയമീറ്ററുമാണ് ഈക്വൽ ആയിട്ട് വരുന്നത്. ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മുടെ സിലിണ്ടറിന്റെ ആ ഒരു വോളിയം കണ്ടെത്താം. പൈ R² h എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, പൈ R² h എന്ന് നമുക്ക് എഴുതാം. ഇനിയോ പിന്നെ എന്താ പറയുന്നത്? ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ ആണ് ഇതിന് ഈക്വൽ ആയിട്ട് വരുന്നത്. ഈ ഒരു റേഡിയസിന്, സിലിണ്ടറിന്റെ റേഡിയസിന് ആ ഒരു സ്ഫിയറിന്റെ ഡയമീറ്റർ ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് എത്രയായിരിക്കും? R/2 ആയിരിക്കും. R/2 ആയിരിക്കും. ഈക്വൽ ടു 4/3 ഇൻറ്റു എത്രയാണ്? πr³ ആണ് അല്ലെ. πr³ ആണ്. ഓക്കെ, അപ്പൊ പൈ ഇൻറ്റു R³. R എത്രയാണ്? R/2 ആണ്. റേഡിയസ് എത്രയാണ് വരുന്നത്? R/2 ആണ്. R/2 ഇൻറ്റു R/2 ഇൻറ്റു R/2 ആയിരിക്കും. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, പയ്യും ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. പിന്നെയോ R² ക്യാൻസൽ ആയി പോയി. ഇവിടെ ഒരു 4 ഉണ്ട്, 4ഉം ഈ ഒരു 4ഉം കൂടി ക്യാൻസൽ ആയി പോയി. പിന്നെയോ h/r എന്ന് പറയുന്നത് എന്ത് വരുന്നുണ്ട്? 1/6 എന്ന് വരുന്നുണ്ട്. 1/6. ഓക്കെ, അപ്പൊ ഹൈറ്റിന്റെയും റേഡിയസിന്റെയും ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1/6 ആണ്. ഓക്കെ, അതായത് 1:6 ആണ്. ഓപ്ഷൻ ഡി ആണ്. 1:6 ആണ് നമുക്ക് അതിന്റെ റേഷ്യോ ആയിട്ട് വരുന്നത്. 1:6 ഓപ്ഷൻ ഡി ആണ് നമുക്ക് അതിന്റെ റേഷ്യോ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് 2 ക്യൂബ്സ് ഈസ് 8:125. ദ റേഷ്യോ ഓഫ് ദെയർ സർഫസ് ഏരിയാസ് ഈസ് അല്ലെ. എന്താണ്? 2 ക്യൂബ് ഉണ്ട്. ഓക്കെ, 2 ക്യൂബ് ഉണ്ട്. ആ ക്യൂബിന്റെ വോളിയംസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 8:125 ആണ്. ക്യൂബിന്റെ വോളിയം എങ്ങനെയാണ്? A³ ആണ്. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ ക്യൂബിന്റെ ആ ഒരു എഡ്ജിന്റെ ലെങ്ത് എന്ന് പറയുന്നത് A1 എന്നാണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് A1³ ആണ്. രണ്ടാമത്തെ ഒരു ക്യൂബ് ഉണ്ട്, അതിന്റെ എഡ്ജിന്റെ ലെങ്ത് A2 ആണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് A2³ ആണ്. ഓക്കെ, ആ ഒരു ലെങ്ത്, അതിന്റെ ആ ഒരു റേഷ്യോ ആണ് നമുക്ക് എത്ര കിട്ടിയത്? 8:125 എന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ A1:A2 കണ്ടുപിടിക്കാലോ. A1 എന്ന് പറയുന്നത് 8ന്റെ ക്യൂബ് റൂട്ട് എടുക്കുന്നു, അതായത് 2 എന്നെടുക്കാം. ഓക്കെ, A2ന്റെ ക്യൂബ് റൂട്ട് എടുക്കാം, അതായത് A2 ക്യൂബിന്റെ ക്യൂബ് റൂട്ട് എടുക്കാം, അതായത് 125ന്റെ ക്യൂബ് റൂട്ട്, അത് 5 എന്നും കിട്ടും. അതായത് A1:A2 എന്ന് പറയുന്നത് 2:5 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, പിന്നെ എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയയുടെ റേഷ്യോ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സർഫസ് ഏരിയ എങ്ങനെയായിരുന്നു? 6a² ആണ് അല്ലെ. 6a² ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ക്യൂബിന്റെ
സർഫസ് ഏരിയ ആണെങ്കിൽ 6a1 സ്ക്വയർ എന്നും രണ്ടാമത്തേതിന്റെ ആണെങ്കിൽ 6a2 സ്ക്വയർ എന്നും എഴുതാം. ഓക്കെ, അപ്പൊ 6ഉം 6ഉം ക്യാൻസൽ ആയി a1 സ്ക്വയർ ബൈ a2 സ്ക്വയർ എന്നാണ്. അതായത് 4/25 4/25. ഓക്കെ, അപ്പൊ 4:25 എന്ന് നമുക്ക് എഴുതാം. 4:25 എന്ന് നമുക്ക് എഴുതാം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ വളരെ സിമ്പിൾ ആണ് കാര്യം. ഇതിന്റെ വോളിയംസ് ആണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു റേഷ്യോ ആണ് എത്ര? 8:125. ഓക്കെ, അപ്പൊ 8ന്റെ ക്യൂബ് റൂട്ട് എടുക്കുന്നു, അപ്പോൾ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. 125ന്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോഴോ അത് 5 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ക്വയറിന്റെ റേഷ്യോ എത്രയാണോ അത് തന്നെയായിരിക്കും ഇതിന്റെ സർഫസ് ഏരിയയുടെ റേഷ്യോ ഇടുന്നത്. ഇനിയിപ്പോൾ അതിന്റെ എഡ്ജസിന്റെ റേഷ്യോ ആണെങ്കിൽ ഇതിന്റെ നേരെ ക്യൂബ് റൂട്ട് എടുക്കും അല്ലെ, അതായത് 2:5 ആയിരിക്കും ഇതിന്റെ എഡ്ജസിന്റെ ആ ഒരു പിന്നെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ 4:25 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ സിലിണ്ട്രിക്കൽ വെസൽ ഓഫ് റേഡിയസ് 4 cm contains water. A cylindrical vessel of radius 4 cm contains water. A solid sphere of radius 3 cm is dipped into the water until it is completely immersed. The water level in the vessel will rise by. കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സിലിണ്ടർ ഉണ്ട്, ഒരു സിലിണ്ടർ. ഓക്കെ, ഒരു സിലിണ്ടർ. ആ സിലിണ്ടറിലേക്ക് നമ്മളൊരു സ്ഫിയർ ഡിപ്പ് ചെയ്യാണ്. ഓക്കെ, ഒരു സിലിണ്ടറിലേക്ക് നമ്മൾ ഒരു സ്ഫിയർ ഡിപ്പ് ചെയ്യാണ്. ഓക്കെ, ആ ഒരു സ്ഫിയറിന് നിശ്ചിതമായിട്ടുള്ള ഒരു വോളിയം ഉണ്ട്. ഓക്കെ, ഒരു നിശ്ചിതമായിട്ടുള്ള വോളിയം ഉണ്ട്. ഇപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഒരു വാട്ടർ ലെവൽ വരുന്നതെങ്കിൽ ആ ഒരു സ്ഫിയർ നമ്മൾ ഡിപ്പ് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ഫിയറിന്റെ വോളിയം എത്രയാണോ അതിന് അത്രയും ലെവൽ തന്നെ, അതിന് ആനുപാതികമായിട്ടുള്ള ലെവൽ തന്നെ ഈ വാട്ടറിൽ ഒരു റേസ് ഉണ്ടാവും. അതായത് എത്രമാത്രമാണോ സ്ഫിയറിന്റെ വോളിയം വന്നിരിക്കുന്നത് അത്രമാത്രം അതിന്റെ ആ ഒരു വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, വാട്ടർ ലെവൽ റേസ് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ആ വാട്ടർ റേസ് ചെയ്യുന്നത് അതിന് ഈക്വൽ ആയിട്ട് വരുന്ന ആ ഒരു സിലിണ്ടറിന്റെ വോളിയത്തിൽ ആ വരുന്ന ഹൈറ്റ് നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വാട്ടർ റേസ് സംഭവിക്കുന്നുണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, സിലിണ്ടറിക്കൽ വെസലിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 cm ആണ്. അതായത് സിലിണ്ടറിന്റെ റേഡിയസ് ആണ് 4 cm. സോളിഡ് സ്ഫിയറിന്റെ ആണെങ്കിലോ അവിടെ റേഡിയസ് എത്ര വരുന്നുണ്ട്? 3 cm ആണ് റേഡിയസ് വരുന്നത്. 3 cm ആണ് അവിടെ റേഡിയസ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, പൈ r സ്ക്വയർ h, അതായത് നമ്മുടെ സിലിണ്ടറിന്റെ ആ ഒരു ഹൈറ്റ്. ഓക്കെ, അതാണ് ഇവിടെ h ആയിട്ട് സൂചിപ്പിക്കുന്നത്. അതായത് പൈ ഇൻറ്റു 4 ഇൻറ്റു h എന്ന് പറയുന്നത് ഈ സ്ഫിയറിന്റെ ആ ഒരു വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അതായത് 4/3 ഇൻറ്റു പൈ ഇൻറ്റു r ഇൻറ്റു r ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ പൈയും ക്യാൻസൽ ആയി, 4 ക്യാൻസൽ ആയി ഇവിടെ. ഓക്കെ, പിന്നെയോ ഇവിടെ എന്തുണ്ട്? ഓക്കെ, r എത്രയാണ് വരുന്നത്? ഇവിടെ r എന്ന് പറയുന്നത് 3 ആണ് അല്ലെ, അതായത് 3 ഇൻറ്റു 3 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 ക്യാൻസൽ ആയി, ഇവിടെ ഒരു 3 ക്യാൻസൽ ആയി. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, 9/4 ആണ് നമ്മുടെ h വരുന്നത്. അതായത് 2.25 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഇവിടെ റേസ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ റേസ് എത്രയാണ് സംഭവിക്കുന്നത്? 2.25 സെന്റിമീറ്റർ ആണ് വാട്ടർ റേസ് സംഭവിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് എന്താണ്? നമ്മുടെ ഈ 3D മെൻസുറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഇപ്പോൾ 3-4 പിന്നെ 3D രൂപങ്ങൾ, 3D ഷേപ്പിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പിന്നെ